Hi, good afternoon, dear students. How are you? I hope all of you fine. Okay. In the last class, we just started the 8th lesson, non-violence, wisdom and power. We discussed about Ahimsa, Mahajanapadas, then Buddhism also we discussed. I think already Jainism also we had discussed Jainism also. Today, let's start the Jain principle and Buddhist principles. പ്രധാനപ്പെട്ട ജൈനമത തത്വങ്ങളും അതുപോലെ ബുദ്ധമത തത്വങ്ങളും. Here in your textbook, one column is given here. Please go through that column. First one, Jain principles. That means ജൈനമത തത്വങ്ങൾ. Okay. Right knowledge, right faith and right conduct. Means right knowledge, ശരിയായ അറിവ്, റൈറ്റ് ഫെയ്ത്ത്, ശരിയായ വിശ്വാസം, റൈറ്റ് കോണ്ടക്ട്, ശരിയായ സ്വഭാവം. ശരിയായ അറിവ്, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി ഓർ ശരിയായ സ്വഭാവം. ദീസ് ആർ ദി മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് ജൈനിസം. Then according to Buddhism, the main Buddhist principles means the worldly life is full of sufferings. ഈ ലോകത്തെ ജീവിതം full of sufferings ആണ്. Desire is the sole reason for unhappiness. ത്യാഗപൂർവമായ ജീവിതത്തിൽ ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ഡിസയർ ഈസ് ദി സോൾ റീസൺ ഫോർ അൺഹാപ്പിനെസ്. ആഗ്രഹമാണ് ദുഃഖങ്ങൾക്ക് കാരണം. വൺ ക്യാൻ വാർഡ് ഓഫ് സഫറിങ് ഇഫ് വൺ ഫ്രീസ് വൺ സെൽഫ് ഫ്രം ഡിസയേഴ്സ്. എല്ലാവരും ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തരായിരിക്കണം. നമ്മൾ ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തരായി നമുക്കൊരു ദുഃഖവും ഉണ്ടാവുകയില്ല. അഡോപ്റ്റിംഗ് ദി 8-fold path frees one from desire and sufferings. അഡോപ്റ്റിംഗ് ദി 8-fold path, 8 മാർഗങ്ങൾ. അതാണ് ആഗ്രഹങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്നൊക്കെ മോചനം നേടാൻ 8 മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ ബുദ്ധിസം അഡ്വൈസിങ് us. These are the main principles of Buddhism and Jainism. Next heading you can see here, expansion of power. Expansion of power. We discussed about Mahajanapadas and all. Then how this power expanding. എങ്ങനെയാണ് ഈ അധികാരം വ്യാപിക്കുന്നത്, വലിയ കിങ്ഡമായി മാറുന്നത് എങ്ങനെയാണ്? Isn't this picture familiar to you? Where have you seen it? Here you can see our national emblem. It's our national emblem. You can see here. It's taken from the pillar erected by the Emperor Ashoka at Saranath. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇത്. അശോക പില്ലർ. The Dharma Chakra of Ashoka depicted in the emblem can be seen at the center of our national flag. In our national flag you can see one Dharma Chakra. ഒരു ചക്രം കാണുന്നില്ല നടുവിൽ. ദാറ്റ് ഈസ് ദി ധർമ്മ ചക്ര ഓഫ് അശോക. അശോകൻ്റെ ധർമ്മചക്രമാണ് ഡെപ്പിക്റ്റഡ് ഇൻ ദി എംബ്ലം ക്യാൻ ബി സീൻ ദി സെൻറ്റർ ഓഫ് അവർ നാഷണൽ ഫ്ലാഗ്. ഇയർ യു ക്യാൻ സീ നാഷണൽ എംബ്ലത്തിൽ നിങ്ങൾ കാണാം ആ ചക്രം. അത് അശോകാസ് ധർമ്മചക്ര. Ashoka was the most important among the king of Maurya dynasty with Magadha as the capital. Ashoka, who is Ashoka? അശോകൻ ആരാണ്? അശോക വാസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദി കിങ്സ് ഓഫ് മൗര്യ ഡൈനസ്റ്റി. മൗര്യ രാജവംശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവാണ് ആര്? അശോക വിത്ത് മഗധ ആസ് ദി ക്യാപിറ്റൽ. ഇറ്റ് വാസ് Chandragupta Maurya who established the Maurya dynasty. Who established Maurya dynasty? Maurya രാജവംശ സ്ഥാപകൻ ആരാണ്? Who? It was Chandragupta Maurya. Chandragupta Maurya who established the Maurya dynasty. Okay. Here one column. Arthashastra. Chanakya, also known as Kautilya, was the chief advisor to Chandragupta Maurya, the founder of the Maurya Empire. മൗര്യ രാജവംശ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേഷ്ടാവായിരുന്നു ആര്? ചാണക്യ. വൺ മോർ നെയിം, കൗടില്യ. ചാണക്യ ഓർ കൗടില്യ. അർത്ഥശാസ്ത്ര ഈസ് ദി ഗ്രേറ്റസ്റ്റ് വർക്ക് ഓഫ് ചാണക്യ. അർത്ഥശാസ്ത്ര. അർത്ഥം മീൻസ്
ധനം. അർത്ഥശാസ്ത്ര ഈസ് ദി ഗ്രേറ്റസ്റ്റ് വർക്ക് ഓഫ് ചാണക്യ. ചാണക്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അർത്ഥശാസ്ത്രം. It discusses how a powerful and effective administration should be organized. ആ ബുക്കിൽ അദ്ദേഹം എന്താണ് വിവരിച്ചിരിക്കുന്നത്? ഹൗ എ പവർഫുൾ ആൻഡ് എഫക്റ്റീവ്, ശക്തമായതും ഫലപ്രദവുമായ ഒരു ഭരണം എങ്ങനെ ഓർഗനൈസ് ചെയ്യാം. ദാറ്റ് ഹി ഡിസ്കസ്. ഓക്കെ, നെക്സ്റ്റ്, ഡ്യൂട്ടി ഓഫ് എ കിങ്. ഡ്യൂട്ടി ഓഫ് എ കിങ്. There will be peace in the kingdom only if different sections of people coexist harmoniously. There will be peace in the kingdom. അതായത് നമുക്ക് രാജഭരണത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? only if different sections of people coexist harmoniously. എല്ലാ ആൾക്കാരും ഒത്തൊരുമയോട് കൂടി ജീവിക്കണം അല്ലേ? To ensure this, in his empire, Ashoka adopted the policy of Dhamma or Dharma. To ensure this peace, Ashoka means the greatest king in the Magadha Empire. He adopted, Maurya Empire. He adopted a policy Dhamma. ധമ്മ അല്ലെങ്കിൽ ധർമ്മ എന്നുള്ളൊരു പോളിസി അദ്ദേഹം കൊണ്ടുവന്നു. മൗര്യ രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാവായിരുന്ന അശോകന് അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ന്യൂ പോളിസി ഹി ഇൻട്രൊഡ്യൂസ്ഡ്, ദാറ്റ് ഈസ് ധമ്മ ഓർ ധർമ്മ. Dhamma aimed at maintaining peace in the nation by promoting unity and tolerance among the people. Dhamma aimed at maintaining peace, സമാധാനം ഉണ്ടാവണം, ഇൻ ദി നേഷൻ ബൈ പ്രൊമോട്ടിങ് യൂണിറ്റി ആൻഡ് ടോളറൻസ്. ആളുകളുടെ ഇടയിൽ ഐക്യവും സഹിഷ്ണുതയും ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനമുണ്ടാവൂ. റൈറ്റ് നോ, ഇഫ് പീപ്പിൾ ഓൾവേസ് ക്വാറലിംഗ് ഓർ ഫൈറ്റിംഗ് മീൻസ് ദർ വിൽ നോട്ട് ബി എനി പീസ്. ആളുകൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കുത്ത് കൊലക്കാൻ ഒരു സമാധാനം ഉണ്ടാവില്ല. സോ അശോക ദ കിങ് introduced a new policy, that is Dhamma or Dharma. Some of the ideals of it are given below. അതിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയാസ് എന്തൊക്കെയായിരുന്നു? ഒബേ പേരൻസ്. All the people should obey parents. Respect gurus. Gurus means teachers. Denounce animal sacrifice. മൃഗങ്ങളെ കൊല്ലുന്നതൊക്കെ വെടിഞ്ഞു നിൽക്കുക, അതിൽ നിന്നൊക്കെ ഒഴിവാക്കുക. എക്സ്പ്രസ് ടോളറൻസ് ടുവേർഡ്സ് എവരി റിലീജിയൻ. എല്ലാ മതങ്ങളോടും സഹിഷ്ണുത പുലർത്തുക, അതായത് ഓൾ ദി റിലീജിയൻസ് ആർ ഈക്വൽ. ഡോണ്ട് ഫൈറ്റ് ബൈ ദി കോസ് ഓഫ് റിലീജിയൻ. മതത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പാടില്ല. ഷോ കൈൻഡ്നെസ് ടുവേർഡ്സ് ഫെല്ലോ ക്രിയേച്ചേഴ്സ്. ചെറിയ ജീവികളോട് പോലും കരുണ കാണിക്കുക. ദിസ് ഓൾ പീപ്പിൾ വാണ്ട് ടു ഡു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഓൾ ദ പീപ്പിൾ ഷുഡ് ഡു ദിസ് ഓൾ മീൻസ് ദർ വിൽ നോട്ട് ബി എനി പ്രോബ്ലം. യു പ്ലീസ് തിങ്ക് അവർ ഓൾ ദ റിലീജിയൻ സെയിം ദിസ് നോ. എല്ലാ മതങ്ങളും പറയുന്നത് തന്നെയാണ് അശോകനും പറഞ്ഞത്. ഒബേ പേരൻസ്, റെസ്പെക്റ്റ് ടീച്ചേഴ്സ്, ഡിനൗൺസ് ആനിമൽ സാക്രിഫൈസ്, then express tolerance toward every religion, show kindness towards fellow creatures. So Ashoka introduced this dharma. According to dharma, these all the things want to obeyed by the people. Discuss the contemporary relevance of Ashoka's policies of dharma. I think nowadays also people want to follow these old rules. Right now? Yes. Ashoka conveyed his directions, decisions and dhamma to his subject through stone edicts. അപ്പോൾ ഇന്നത്തെ പോലെ വാട്സപ്പോ അങ്ങനെ മീഡിയാസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് സ്റ്റോൺ എഡിക്ട്സ്, കല്ലിൽ കൊത്തിയിട്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വെച്ചു. ദിസ് ഈസ് ദി ഓർഡർ ഫ്രം ദി കിങ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്റ്റോൺ എഡിക്റ്റ്. യു ക്യാൻ സീ വൺ പിക്ചർ ഹിയർ. These edicts were placed along the sides of the main roads and in the city centers. അദ്ദേഹം ഇത് എല്ലാ റോഡിൻ്റെ സൈഡുകളിലും പ്രധാനപ്പെട്ട സിറ്റികളിലെ സെൻറ്ററിലൊക്കെ ഇദ്ദേഹം ഈ കല്ലിൽ കൊത്തി, ഇന്നത്തെ പോലെ ഫ്ലെക്സോ പേപ്പറൊക്കെ ഉണ്ടോ? നോ, ദേ യൂസ്ഡ് സ്റ്റോൺ. കല്ലിൽ കൊത്തി വെച്ചാൽ പിന്നെ ഒരിക്കലും ഇറ്റ് വിൽ നോട്ട് ബി ഡാമേജ്ഡ്, ഒരിക്കലും നശിച്ചു പോകുകയില്ല. ഓൾ ദ പീപ്പിൾ ക്യാൻ റീഡ്. ഓക്കെ. Buddhism inspired Ashoka to propagate Dhamma. We discussed about Buddhism and Jainism. Ashoka also inspired by Buddhism.
അദ്ദേഹം ബുദ്ധമതത്തിൽ ആകൃഷ്ടരാകുകയും ബുദ്ധമതത്തിൻ്റെ സ്വാധീനങ്ങളാണ് അദ്ദേഹത്തെ ഇങ്ങനത്തെ ധമ്മ എന്നുള്ള പോളിസിയൊക്കെ കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുകയും ചെയ്തത്. ബുദ്ധിസം ഇൻസ്പയർഡ് അശോക ടു പ്രൊപ്പഗേറ്റ് ധമ്മ. അശോക ഹാഡ് വേജ്ഡ് മെനി വാർസ് ടു എക്സ്പാൻഡ് ഹിസ് കിങ്ഡം. അശോകൻ ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ദി വാർ വിത്ത് ദ കിങ്ഡം ഓഫ് കലിംഗ വാസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം. ഇൻ ദിസ് വാർ കലിംഗ വാസ് ഡിഫീറ്റഡ്. കലിംഗ വാർ ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇൻ ദിസ് വാർ കലിംഗ വാസ് ഡിഫീറ്റഡ്. It was after the Kalinga War, which caused the death and devastation of many people, that Ashoka adopted Buddhism. He played a significant role in propagating Buddhism in different parts of the world. Okay, students, you please listen. Ashoka, inspired by Buddhism, ബുദ്ധമതത്തിൽ അദ്ദേഹം ആകൃഷ്ടനാവുകയും ആഫ്റ്റർ ദി കലിംഗ വാർ, കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിന് മനുഷ്യരെ കൊല്ലുന്നതിനോടും ആളുകളെ മരിക്കുന്നതിനോടൊക്കെ വളരെയധികം സങ്കടം അനുഭവപ്പെടുകയും അതിനുശേഷം അദ്ദേഹം ബുദ്ധമതത്തിൻ്റെ സ്വാധീനത്താൽ അദ്ദേഹത്തിന് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആഫ്റ്റർ ദാറ്റ് he played a significant role in the propagating Buddhism in different part of the world. അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും ലോകത്തിൻ്റെ പല ഭാഗത്തും ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. Here you can see one column, no more war. When Ashoka ascended the throne, he waged many wars to expand his empire. അദ്ദേഹം രാജാവായതിനു ശേഷം കുറേ യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ വിസ്തൃതി വ്യാപിപ്പിക്കാൻ. He sent a message to the king of Kalinga demanding his surrender. അദ്ദേഹം കലിംഗ രാജാവിന് ഒരു മെസ്സേജ് ആയിട്ട് കീഴടങ്ങാൻ വേണ്ടിയിട്ട്. But the king of Kalinga refused the demand. Kalinga, that king is not ready. In 261 BC, Ashoka led a huge army against Kalinga. അങ്ങനെ അദ്ദേഹം രാജാവ് കീഴടങ്ങാൻ സമ്മതിക്കാത്തത് കാരണം വലിയൊരു ആർമിയെയും കൊണ്ട് കലിംഗയിലേക്ക് പുറപ്പെട്ടു. ദ ഫ്രീഡം ലവിംഗ് പീപ്പിൾ ഓഫ് കലിംഗ പുട്ട് അപ്പ് എ സ്റ്റിഫ് റെസിസ്റ്റൻറ്റ് അഗെയിൻസ്റ്റ് അറ്റാക്ക് ഓഫ് അശോക. Contrary to Ashoka's expectation, Kalinga came close to the victory on a number of occasions. But ultimately the victory was Ashoka's. അങ്ങനെ അവിടുത്തെ ജനങ്ങൾ ശക്തമായി പോരാടുകയും ഒരുപാട് തവണ കലിംഗ ജയിക്കാനുള്ള അവസരം വരെ എത്തി. ബട്ട് ഫൈനലി അവസാനം അശോക രാജാവും അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളും തന്നെ ജയിച്ചു. ദി ബാറ്റിൽ ഫീൽഡ് വാസ് ഫിൽഡ് വിത്ത് corpses of soldiers of both sides. Vultures hovered over the heap of dead bodies. The suffering of those who had lost their limbs, lamenting of the orphaned children, despair of widows. അങ്ങനെ യുദ്ധഭൂമി കണ്ടപ്പോൾ അശോകൻ ആകെ സ്തംഭിച്ചു പോയി. ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. ഒരുപാട് ഡെഡ് ബോഡീസ്, ആളുകളുടെ സൈന്യങ്ങളുടെ ശവങ്ങൾ അവിടെ എങ്ങനെ നിറഞ്ഞു നിൽക്കപ്പെട്ടു. ഇത് കൊത്തിവലിക്കുന്ന കഴുകന്മാർ, തങ്ങളുടെ അച്ഛനെ നഷ്ടപ്പെട്ട കുട്ടികൾ, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട വിധവകളായവർ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ യുദ്ധഭൂമിയുടെ കരഞ്ഞ് നടക്കുന്ന കാഴ്ച അശോകൻ കാണാനിടയായി. അനാഥ കുട്ടികളുടെ സങ്കടം അദ്ദേഹത്തിന് വളരെയധികം വിഷമമുണ്ടാക്കി. These sights overwhelmed Ashoka. He realized that such a victory was meaningless. Soon Ashoka became an ardent follower of Buddhism and continued his reign based on Buddhist principle. ഇതൊക്കെ അദ്ദേഹത്തെ വളരെയധികം സങ്കടപ്പെടുത്തുകയും ഇങ്ങനെയുള്ളൊരു വിജയം, ഇത്രത്തോളം ആൾക്കാരുടെ സങ്കടം കണ്ടിട്ടുള്ള ഒരു വിജയം ഒരിക്കലും ഒരു വിജയമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അദ്ദേഹം യുദ്ധമൊക്കെ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയും ഹീസ് ബേസ്ഡ് ഓൺ ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾസ് ഹി അഡോപ്റ്റഡ് ബൈ ബുദ്ധിസം. അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തു. ഫൈനലി ഹി ഈസ് റെഡി ടു സ്റ്റോപ്പ് ഓൾ ദീസ് വാർസ്. Okay, here next society, economy and art, that we can study in tomorrow's class. Okay, this is of Ashoka and Kalinga war. After that Ashoka realized that such a victory is not a victory. He realized that and he is ready to stop all the wars and finally he is ready to practice Buddhism. Okay, thank you students. Today let's finish.